നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കൺസ്യൂമേഴ്സ്. നമ്മളിപ്പം കോട്ടയം പുതുപ്പള്ളിയിലുള്ള ജിയോ ഫ്ലെയിംസിലാണുള്ളത്. ഇവിടെ മസ്റ്ററിങ്ങിനായിട്ട് വലിയൊരു നിര തന്നെ കാത്തു നിൽപ്പുണ്ട്. രാവിലെ ഞങ്ങൾ വന്നപ്പം ഇതിലധികം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്യൂവിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൺസ്യൂമർ ബുക്കും നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഗ്യാസ് കണക്ഷൻ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുമായി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസാരമായി വളരെ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി നമ്മുടെ പാചകവാതക കണക്ഷൻ എന്നേക്കുമായി നിലനിർത്താൻ സാധിക്കും. അതിന് പ്രത്യേകിച്ചൊരു അവസാന തീയതിയൊന്നും എണ്ണ കമ്പനികൾ, പെട്രോളിയം കമ്പനികൾ പറഞ്ഞിട്ടില്ല എങ്കിലും കഴിവതും നേരത്തെ ആ നടപടി, മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കി നമ്മുടെ പാചകവാതക കണക്ഷൻ സുരക്ഷിതമാക്കുന്നതായിരിക്കും നല്ലത്. LPG കൺസ്യൂമേഴ്സിനോട് മസ്റ്ററിംഗ് നടത്തണമെന്ന് എണ്ണ കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആവശ്യം വന്നതിന് ശേഷം നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട് റെസ്പോൺസ്? നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നല്ല റെസ്പോൺസാണ്. ആൾക്കാർ വരുന്നുണ്ട്, അറിഞ്ഞും കേട്ടും വരുന്നുണ്ട്, ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട്. പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇത് കമ്പനിയുടെ ഡേറ്റ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്നതാണ്. അത് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് വന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇവിടെ വരുമ്പം ആധാറിൻ്റെ കാർഡ്, പിന്നെ നമ്മുടെ LPGയുടെ ബുക്ക്, പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊണ്ടുവരിക. വിതിൻ 5 മിനിറ്റ്സ് നടക്കുന്ന കാര്യമാണ്. പിന്നെ പാനിക് ആകേണ്ടിയ ശരിക്കും കാര്യമില്ല. പതുക്കെ ആയാലും നമുക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഇതുപോലെ ലാസ്റ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല. കാര്യം കമ്പനി ഇത് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാത്തത് ബിക്കോസ് ഓഫ് എത്ര നാളെടുക്കും ഇത് മൊത്തം കംപ്ലീറ്റ് ആകാൻ കമ്പനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ലാസ്റ്റ് ടിൽ ഡേറ്റ് എപ്പോഴും വരെയാണ്. പതുക്കെ വന്ന് ആയാലും ചെയ്താൽ മതി. ഇത് ഈ മസ്റ്ററിംഗ് നടത്താത്തത് കൊണ്ട് റീഫില്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെയുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ റീഫിൽ പൊതുവെ എങ്ങനെ കിട്ടുന്നു അങ്ങനെ തന്നെ കിട്ടും. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് പറയുക, അതിന് ശേഷം എന്തെങ്കിലും നമുക്കൊരു ഗൈഡൻസ് കമ്പനിയിൽ നിന്ന് തരും. ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് പാനിക് സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമ്മളിത് ചെയ്താൽ വി ആർ ഇൻ ദ സേഫ് സൈഡ്. പിന്നെ നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ അകത്തിലെ കാര്യം. ഞങ്ങൾക്കൊരു ഗൈഡ് റിട്ടേണിൽ വന്നിട്ടില്ല എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ ഈ ഏജൻസിയിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ഒരു 3 മാസമായി. 3 മാസമായി തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷേ ആദ്യം ടേൺ ഔട്ട് കുറവായിരുന്നു. ഇപ്പോൾ പത്രത്തിലും മീഡിയ ചാനലിലും ഇപ്പം വന്നതിന് ശേഷമാണ് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ വീഡിയോ ബൈറ്റ് എടുക്കുന്നു, അങ്ങനെ അറിഞ്ഞു വരുന്ന ആൾക്കാർ ആണ് ഇപ്പോൾ കൂടുതൽ. അല്ലേ, ഇത് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. 3 മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ശരാശരി എത്ര ദിവസം ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം എത്ര കൺസ്യൂമേഴ്സ് ശരാശരി ഒരു ദിവസം ശരാശരി അങ്ങനെ ഇത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 10% കസ്റ്റമർ കവറായി വന്ന് ചെയ്തിട്ട് പോയി ഇത്രയും ആൾക്കാർ. ഈ ഒരു മസ്റ്ററിംഗ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എണ്ണ കമ്പനികൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാമെന്നാണ് കരുതുന്നത്? അത് ഡേറ്റ പണ്ട് ഈ ഇപ്പോൾ കണക്ഷൻ എടുത്തേക്കുന്ന 30 ഇയേഴ്സ് മുന്നേ, ഇപ്പോൾ 33 ഇയേഴ്സ് ബാക്കിലുള്ള ഏജൻസി ചെയ്ത്, ഇപ്പോൾ 10 ഇയേഴ്സ് ബാക്കിൽ ആധാർ വന്ന സമയത്ത് CD ചെയ്തതാണ്. ആളുടെ ഡേറ്റ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാനും അതുകൊണ്ട് കമ്പനിക്ക് ഡേറ്റ ഫ്രഷായിട്ടുള്ള കിട്ടാനും വേണ്ടിയിട്ട് പല നമ്പറുകൾ ചിലപ്പം ഡെത്തായി കാണുമായിരിക്കും. ഡെത്ത് ആളുടെ അല്ല, മൊബൈൽ നമ്പർ ഡെത്തായി കാണുമായിരിക്കും, മൊബൈൽ നമ്പർ ലിങ്ക്ഡ് അല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡേറ്റ എല്ലാം ഫ്രഷ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനുമായിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പല കൺസ്യൂമേഴ്സിലും അവർക്ക് ഇതുപോലെ ലൈവ് ഒരു കൺസ്യൂമർ ബുക്കും ഉണ്ടാവും, അവർക്കൊരു കണക്ഷനും ഉണ്ടാവും. പക്ഷെ അവർ പലരും വിദേശത്തായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ എങ്ങനെ ഇതിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇപ്പം തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ ഓയിൽ 1 ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കൂടെ അവരെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിനകത്ത് തന്നെ KYC അവർക്ക് ചെയ്യാം. പക്ഷേ അപ്ഡേറ്റഡ് മൊബൈൽ നമ്പർ KYCയിൽ ലിങ്ക്ഡ് ആയിരിക്കണം. അതിനകത്തിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ലഭിച്ച് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ടെക്നിക്കലി ആ ആൾ സൗണ്ട് ആയിരിക്കണം ദൂരെ ഇരുന്ന് ചെയ്യാനായിട്ട്. അല്ലേ പിന്നെ ഏജൻസി സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഏജൻസിയെ സമീപിക്കുമ്പോൾ ഈ കൺസ്യൂമർ തന്നെ വരേണ്ടി വരും. അതല്ലാത്തത് പക്ഷമാണ് ഞാൻ പറഞ്ഞത്, മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പിനകത്തിൽ നമ്മൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ ഓൺ ആണെങ്കിൽ അതിനകത്ത് OTP വന്ന് അതിനകത്തിൽ തന്നെ KYC ചെയ്യുക. ആ നമ്പർ കൊടുത്തേച്ചെങ്കിൽ ആവും, സിസ്റ്റമിൽ അപ്ഡേറ്റ് ആവും. ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. വരാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ മസ്റ്ററിങ്ങും കംപ്ലീറ്റ് ആവും. മസ്റ്ററിംഗ് നടത്തുമ്പോൾ നമ്മളുടെ ആധാർ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് മൾട്ടിപ്പിൾ കണക്ഷൻ രാജ്യത്ത് ഇപ്പം ഇവിടെ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു സ്റ്റേറ്റിൽ ഡൽഹിയിൽ വേറൊരു കണക്ഷൻ കൂടെ. അപ്പം ഈ മൾട്ടിപ്പിൾ കണക്ഷൻ വരുന്ന കേസുകളിൽ എന്തായിരിക്കും ഓപ്ഷൻ? ഇപ്പം നിലവിൽ ഒരു കണക്ഷൻ ഒരു വീട് എന്നുള്ളതാണ്, ഒരു ആധാർ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തിൽ കമ്പനികൾ ഇതെല്ലാം ഡാറ്റ വന്നതിന് ശേഷം കമ്പനി നമ്മളോട് പറയും ജെന്വിൻ കേസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഡാറ്റ നമ്മൾ കമ്പനി ഇവിടുന്ന് നമ്മളെ ഓഫീസിൽ നിന്ന് പുട്ടപ്പ് ചെയ്യുമ്പം അവരതിനനുസരിച്ച് അതിനെ നമുക്ക് റിക്കോർഡ് ജെന്വിൻ ആണെങ്കിൽ ആക്റ്റീവാക്കി തരും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആക്കും. അങ്ങനെ ഉണ്ട്. നിലവിൽ ഗൈഡ് ലൈൻസ് ഇല്ല. 1 നമ്പർ 1 മൊബൈൽ എല്ലാം 1 എന്നുള്ളതാണ് ഇതുവരെ. ഒരു ആധാറിന് ഒരു കണക്ഷൻ, ഒരു അഡ്രസ്സിനും ഒരു കണക്ഷൻ. അപ്പോൾ ആ അഡ്രസ്സിൽ വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇതിനകത്ത് സിസ്റ്റം തന്നെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ 4 കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സിംഗിളൈസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ലക്ഷ്യമാണ് കമ്പനിയുടെ. ഡാറ്റ പുതുക്കലും ഒരു ലക്ഷ്യമാണ്. ഇതുകൊണ്ട് പല കാര്യങ്ങളും നേടുന്നു കമ്പനി. എങ്ങനെ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് രാജമ്മ മോഹൻ ആണ്. മസ്റ്ററിങ് കഴിഞ്ഞോ? കഴിഞ്ഞു. ആധാറും ഇതിന്റെ ബുക്കുമായിട്ട് വന്നു. ഗ്യാസിന്റെ ബുക്കുമായിട്ട് വന്നു. ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാം സ്പീഡിലായിരുന്നു. എങ്ങനെ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് മറിയാമ്മ റോയ്. മസ്റ്ററിങ് നടത്തിയോ? നടത്തി. ഇവിടെ എന്തൊക്കെയാ ചെയ്തേ? ഞാൻ എൻ്റെ ഗ്യാസ് ബുക്കും ആധാർ കാർഡും ഫോണും കൊണ്ടുവന്ന് ഫോൺ നമ്പർ കൊടുത്ത് മസ്റ്ററിങ് നടത്തി. എത്ര സമയം എടുത്തായിരുന്നു ആ പരിപാടി തീരാനായിട്ട്? പെട്ടെന്ന് തന്നെ ചെയ്തത് അല്ലേ? താമസമൊന്നും ഇല്ലായിരുന്നു. ചേച്ചി ഈ ഏജൻസിയിലെ കൺസ്യൂമർ ആണോ? ഞാൻ ഈ ഏജൻസിയിലെ കൺസ്യൂമറാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫുമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന തിരക്കെന്ന് പറയുന്നത് മസ്റ്ററിങ്ങിൻ്റെ ഇതാണ്. അത് ചെയ്യണം എന്നുള്ളതാണ്. മസ്റ്ററിങ് ചെയ്തില്ല എന്നും പറഞ്ഞ് നമുക്ക് റീഫില്ല് കിട്ടാതെയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇന്ന ടൈം വരെയൊന്നും നമ്മളോട് ഇതുവരെ അറിയിച്ചിട്ടില്ല കമ്പനി. പക്ഷെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വന്നിത് ചെയ്യുന്നത്. പിന്നെ അതിന് ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും സൈറ്റിൽ കയറി ചെയ്യുമ്പോഴത്തേക്കിന് നെറ്റിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈം ഇച്ചിരി OTP ഒക്കെ വരാൻ ടൈം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഇതേ വരുന്നുള്ളൂ. എന്തൊക്കെ രേഖകൾ ഒരു കൺസ്യൂമർ വരുമ്പോൾ കൊണ്ടുവരുന്നത്? ഇതിന് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് കൺസ്യൂമർ നമ്പർ, ഗ്യാസിൻ്റെ ബുക്ക്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണ്, ആധാർ നമ്പർ കൊണ്ടുവന്നാലും മതി. അത്രയും കാര്യങ്ങൾ മതി. നമ്മളിപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ ഈ ഫൈബർ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഒന്ന് കാണാനിടയായത്. ഇതേതാണ്ട് 2 വർഷമായിട്ട് മാർക്കറ്റിലുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഞാനെന്നാൽ ഇപ്പോഴാണ് ഇതിന് ഈ സാധനം അടുത്ത് കാണുന്നത്. അപ്പം ഇതിനെങ്ങനെയുണ്ട്? വീടുകളിൽ ചെല്ലുമ്പോൾ സ്വീകാര്യത എങ്ങനെയുണ്ട്? നല്ല സ്വീകാര്യത ആണ്. ആളുകൾ ചോദിക്കുന്നുണ്ടോ? ഇത് ചോദിക്കുന്നുണ്ട്. എന്താ ഇപ്പോഴത്തെ പുതിയ കണക്ഷൻ കൊടുക്കുന്നത് ഇത് തന്നെയാണ്. പുതിയ കണക്ഷൻ മുഴുവൻ കൊടുക്കുന്ന ഇതാണ് കൊടുക്കുന്നത്. സെക്കൻഡ് സിലിണ്ടർ കൊടുക്കുന്ന ഇതാണ്. പിന്നെ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യമുണ്ട്. നമ്മൾ വീടിനകത്ത് കൊണ്ടല്ലേ വെക്കുന്നത്. അതെ. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഞാൻ മാറ്റി വെക്കണമെങ്കിലും സഹായം വേണ്ട.
മറ്റേതിനെ അപേക്ഷിച്ച് ഒത്തിരി എളുപ്പമുണ്ട്. ഇതിന് മൊത്തം എത്ര ഭാരം വരും? മൊത്തം 14 കിലോ. 14 കിലോ. ഇതിന് ഉള്ളിലെ ഗ്യാസ് എത്ര കിലോ? 10 കിലോ. 4 കിലോയുടെ സിലിണ്ടർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് മൊത്തം 14 കിലോയാണ് ഇതിനുള്ളത്. 10 കിലോ ഗ്യാസും ഇതിനുള്ളിലെ ഗ്യാസും 4 കിലോയുടെ സിലിണ്ടറും 14 കിലോ. അതേസമയം മറ്റേ സിലിണ്ടർ നമ്മുടെ സാധാരണ ഒരു സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് 32 കിലോയോളം ഗ്യാസിനും സിലിണ്ടറിനും എല്ലാം കൂടെ ഒരു 32 കിലോയോളം തൂക്കം വരുന്നുണ്ട്. ഗ്യാസ് 14 കിലോ 15 കിലോ മുതൽ ആണ് 18 കിലോ വരെ കാലി വെയിറ്റ് വരും. അതാണ് വെയിറ്റ് കൂടും. ആണ്. അപ്പോൾ ഒരു 32-32.5 കിലോ അത് സിലിണ്ടറിന് വെയിറ്റ് വരുമ്പോൾ ഇതിന് കേവലം എല്ലാത്തിനും കൂടെ ഗ്യാസിനും സിലിണ്ടറിനും എല്ലാത്തിനും കൂടെ 14 കിലോയെ വരുന്നുള്ളൂ. വീട്ടിലൊക്കെ എടുത്തു വെക്കാനും സൗകര്യം അതാണ്. അതുപോലെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചാൽ പ്രായമായ ആളുകൾ മാത്രം ഉള്ളിടത്താണെങ്കിൽ അവർക്ക് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ച് സൗകര്യപൂർവ്വം മാറ്റി വെക്കാനൊക്കെ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഞാൻ എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇത് നിറഞ്ഞ സിലിണ്ടർ അല്ലേ? അതെ, നിറഞ്ഞ സിലിണ്ടറാണ്. നിറഞ്ഞ സിലിണ്ടർ നമുക്ക് ഇതുപോലെ പൊക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂടെ ഇപ്പം ജിയോ ഫ്ലെയിംസിന്റെ സ്റ്റാഫ് അഭിജിത്ത് ഉണ്ട്. നമുക്ക് അഭിജിത്തിനോട് ചോദിക്കാം, ഇതിപ്പം ഫ്രഷ് കണക്ഷൻ കൊടുക്കാനാണോ അതോ റീഫില്ല് കൊടുക്കാനാണോ സാധാരണ? ഇതിപ്പം പുതിയ കണക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പുതിയ കണക്ഷനിൽ ഈ സിലിണ്ടർ ആയിട്ട് എടുക്കുന്നവർക്ക് റീഫില്ല് ഇതേ സിലിണ്ടർ തന്നെയാണ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത്. ഇത് മറ്റേ സിലിണ്ടറിനെ അപേക്ഷിച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ സേഫ് ആണ് കുറച്ചുകൂടെ. നമ്മുടെ മെറ്റൽ സിലിണ്ടർ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യാറാണ്. ഇത് ഫൈബർ ആയത് കാരണം ഇത് ഉരുകി തീരത്തേ ഉള്ളൂ. അതുപോലെ തന്നെ സേഫും ആണ്. പിന്നെ നമുക്ക് ഈ വൈറ്റ് കളറിലെ ഷെയ്ഡിൽ നമുക്ക് ഇതിന്റെ അളവ് കാണാൻ പറ്റുന്നത്. വെള്ളം ഇവിടെ ഈ ഭാഗത്താണ് ഇതിനകത്തെ അളവ് കാണാൻ പറ്റുന്നത്. അതൊരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് എത്ര അളവ് ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഡെലിവറി എടുത്ത് എന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത്. നേരത്തെ തന്നെ നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് ശരി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ടൈലും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ടൈലിൽ തുരുമ്പോ അങ്ങനത്തെ പഴയ പോലുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നേരത്തെ ഇരുമ്പിന്റെ കുറ്റി ഒരു ടൈലിന്റെ പുറത്ത് വെച്ചാൽ മൊത്തം ബ്രേക്ക് ആകുക, ഡാമേജ്, അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതെല്ലാം മാറുന്നുണ്ട് നമുക്ക് ഈ ഒരു 10 kg. അപ്പൊ ഇത് എടുക്കണമെങ്കിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? സാധാരണ ഒരു നോർമൽ കണക്ഷൻ എടുക്കുന്ന അതേ ഡീറ്റെയിൽസ് ഇതിനും വരുന്നുള്ളൂ. അല്ല വേറെ അഡീഷണൽ പ്രൊസീജിയർ ഒന്നും വരുന്നില്ല. ഇതിനെങ്ങനെയാണ് ഒരു സിലിണ്ടറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ്? നമ്മൾ കൺസ്യൂമറിന് കൊടുക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ഡെപ്പോസിറ്റ് ഇതിന് വരുന്നത് 3000 റുപ്പീസ്. പിന്നെ ഇതിന് റീഫിൽ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 580 ആണ്. ഓരോ മന്തിലും നമുക്ക് ഗ്യാസിന്റെ വില കയറുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പം 14 കിലോയ്ക്ക് 810 വരുമ്പോൾ ഇതിന് 580 രൂപയെ വരുന്നുള്ളൂ. ഇത് 10 കിലോയേ ഉള്ളൂ. അപ്പം പൈസക്ക് എന്തെങ്കിലും കുറവുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് വെച്ച് ഒരു തവണയൊക്കെ അവർക്ക് റീഫിൽ എടുക്കാം. മറ്റേതിന്റെ അത്രയും പേയ്മെന്റ് അവർ ഒപ്പിക്കണമെന്നില്ല. അതാണ് പറഞ്ഞത്. പൈസ ഇനി ഇച്ചിരി ഒരു നമ്മുടെ 14 കിലോയുടെ സിലിണ്ടർ എടുക്കാനായിട്ട് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം. അപ്പോൾ അവനവൻ്റെ വരുമാനശേഷി അനുസരിച്ച് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഈ ഫൈബർ സിലിണ്ടർ. എന്ന് മാത്രമല്ല, നമുക്കിത് ഇപ്പോൾ വീട്ടിൽ ആളുകൾ കുറവാണെന്നുണ്ടെങ്കിൽ 1-2 പേരൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ഇത് മതിയാവുമോ? ഒരു മാസത്തിന് 4 കിലോയുടെ ഡിഫറൻസ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ 2 പേര് അംഗസംഖ്യയൊക്കെ വീടുകളിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ഇതുപോലെ ഒരു 10 കിലോയുടെ സിലിണ്ടർ, ഈ ഒരു ഫൈബർ സിലിണ്ടറിൻ്റെ ആവശ്യമേ അവരുടെ അടുക്കളയിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പം എന്തുകൊണ്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞൻ സിലിണ്ടറാണ് ഫൈബർ സിലിണ്ടർ. പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നതിൻ്റെ തിരക്കും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൺസ്യൂമർ ബുക്കും നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ, ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ആയാലും മതി, അതും നമ്മുടെ ഗ്യാസ് കണക്ഷൻ ലിങ്ക് ചെയ്തിരിക്കുന്ന OTP ഒക്കെ വരാറുള്ള മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5-10 മിനിറ്റ് കൊണ്ട്, ഓരോ സിസ്റ്റത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു പരമാവധി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് മസ്റ്ററിംഗ് നടത്തി നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ മാധ്യമങ്ങളിൽ കൂടി പല മാധ്യമങ്ങളും പറഞ്ഞു നമുക്ക് അടുത്ത റീഫില്ലിന് ഇത് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത റീഫില്ലിന് ബുദ്ധിമുട്ടുണ്ടാവും, റീഫില്ല് ചെയ്ത് കിട്ടില്ല എന്നൊക്കെയുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതറിഞ്ഞ ആളുകൾ പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ യാതൊരു സാഹചര്യവും നിലവിലില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എണ്ണ കമ്പനികൾ, പെട്രോളിയം കമ്പനികൾ ഈ ഗ്യാസ് ഏജൻസികൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ആവശ്യത്തിലേറെ സമയമുണ്ട്. പാനിക്കാകേണ്ട ഒരു സാഹചര്യവും ഇല്ല. നിങ്ങളുടെ സമയം പോലെ നിങ്ങളുടെ ജോലിയൊന്നും ഉപേക്ഷിച്ച് ഏജൻസിയുടെ വാതിക്കൽ വന്ന് മസ്റ്ററിംഗ് നടത്താൻ ക്യൂ നിൽക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. സമയം പോലെ വന്ന് ഒന്ന് നടത്തിയെടുത്താൽ മതി. ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഇത് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കരുത്, ചെയ്യുക, ധൃതി വെക്കാതെ ഇത് ചെയ്യുക. പിന്നെ വിദേശത്തുള്ളവർക്ക് അവർക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഈ KYC മുഖേന ഇത് ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് പൂർണ്ണമായിട്ടായിട്ടില്ല. കഴിവതും ഏജൻസിയിലെത്തി തന്നെ
നേരത്തെ പറഞ്ഞ രേഖകളുമായിട്ട് ഏജൻസിയിൽ എത്തി തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.